സിനിമയുടെ പേര് ഇത്തിരി കട്ടിയാണ്, പക്ഷെ സിനിമ അത്ര കട്ടിയല്ല. സിനിമ ഒരു ലളിതമായിട്ടുള്ള ഒരു സിനിമയാണ്, ചെറിയൊരു സിനിമയാണ്, ചെറിയ ക്യാൻവാസിലുള്ള ഒരു സിനിമയാണ്. അതുപോലെ തന്നെ ഒരു ചെറിയ കഥ പറയുന്ന ഒരു സിനിമയും കൂടിയാണ്. മരണവും കല്യാണവും രണ്ടും ഒരു കുടുംബത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ അവിഭാജ്യം എന്ന് പറയുമ്പോൾ മരണം അവിഭാജ്യമല്ല, പക്ഷെ നമ്മുടെ ഇടയിൽ നടക്കുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഈ സംഭവങ്ങൾ ഒരു കുടുംബത്തിൽ നടക്കുകയാണ്. ഒരു മരണവും നടക്കുന്നു, അതുപോലെ തന്നെ ഒരു കല്യാണവും നടക്കാൻ വേണ്ടി പോകുന്നു. ഇതിനിടയിൽ എന്തൊക്കെ സംഭവങ്ങളാണ് ആ കുടുംബത്തിൽ നടക്കുന്നത്, അല്ലെങ്കിൽ ആ നാട്ടിൽ ആ കുടുംബവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് എന്നാണ് ഈ പറയുന്ന നമ്മുടെ പരിപാടി എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു തമാശ രീതിയിൽ എടുത്തിരിക്കുന്ന ഒരു സിനിമയാണ്. ഒരു രസകരമായിട്ടുള്ള ഒരു പ്ലോട്ടാണ്. നമ്മുടെ നാട്ടിൽ നടക്കാവുന്ന കഥ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. നടക്കാൻ പറ്റാത്ത കഥയൊന്നുമല്ല, റിയലിസ്റ്റിക് ആയിട്ടൊരു അപ്രോച്ച് തന്നെയാണ്, പക്ഷെ തമാശയിൽ ചാലിച്ച ഒരു സിനിമ. ഈ സിനിമയുടെ ഒരു കഥാപശ്ചാത്തലം എന്ന് പറയുന്നത് ഇത് തിരുവനന്തപുരം ജില്ലയിലെ ഒരു റിമോട്ട് ആയിട്ടുള്ള ഒരു വില്ലേജിലാണ് കഥ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു തിരുവനന്തപുരം എന്ന് പറയുന്ന അവിടുത്തെ ഒരു ലോക്കൽ സ്ലാങ്, അതായത് ആ ഏരിയയിലെ ഒരു സ്ലാങ് ഒക്കെ തന്നെയാണ് സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് സിനിമയെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ആൾക്കാർക്ക് മനസ്സിലാവും എവിടെയാണ് കഥ നടക്കുന്നത് എന്ന് മാത്രമല്ല, എല്ലാ ക്യാരക്ടേഴ്സും ആ ഒരു ലാംഗ്വേജ് അല്ലെങ്കിൽ സ്ലാങ് നന്നായിട്ട് ഉപയോഗിക്കാനായിട്ട് ഈ സിനിമയിൽ അവർ ശ്രമിച്ചിട്ടുണ്ട്. അത് ഭയങ്കര നല്ല രസകരമായിട്ടുള്ളൊരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇതിന്റെ കഥ എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര വലിയ ഒരു കഥയല്ല, പക്ഷെ എന്നാൽ ഇതിന്റെ അവസാനം ഒരു ഭയങ്കര ഒരു രസകരം എന്നല്ല അതിനെ പറയാം, അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പരിപാടിയാണ്. ഒരു സ്ത്രീകൾ മുന്നോട്ട് വരണം എന്ന് പറയുന്ന ഈ ഒരു കാലത്ത് ഇത്തരത്തിലുള്ളൊരു പരിപാടിയും ഞാൻ എന്താണെന്ന് പറയുന്നില്ല, പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലർ. പക്ഷെ ആ ഒരു സ്ത്രീകൾക്ക് ഇമ്പോർട്ടൻസ് ഉള്ളൊരു സിനിമയാണ്. ക്ലൈമാക്സിലാണ് വരുന്നത്, പക്ഷെ എന്നാലും ഭയങ്കര അധികം ഇമ്പോർട്ടൻസ് വരുന്നത്. അതിന്റെ മുന്നേ ഉള്ള എല്ലാ പാർട്സും കുറച്ചൊരു പാട്രിയാർക്കൽ പരിപാടിയാണ് കാണിക്കുന്നത്, പക്ഷെ അതിനെല്ലാം തച്ചുടയ്ക്കുന്ന അല്ലെങ്കിൽ അതിനെല്ലാം എടുത്ത് മാറ്റുന്ന തരത്തിലുള്ള ഒരു നിലപാട് തന്നെയാണ് ഈ സിനിമയിലെ ഡയറക്ടറായിട്ടുള്ള വിപിൻ എന്ന് പറയുന്ന ഏറ്റവും പുതിയ ഡയറക്ടർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു ഭയങ്കര ഒരു അടിപൊളി പരിപാടിയായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഇതിലെ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും എല്ലാവരും ഭയങ്കര ഒരു എനർജറ്റിക് ആണ്. പാസീസിന്റെ ക്യാരക്ടർ ആണെങ്കിലും അതുപോലെ തന്നെ വൈജു ചെയ്യുന്ന കരയോഗം പ്രസിഡന്റ് ഒക്കെ നമ്മുടെ നാട്ടിൽ സ്ഥിരം കാണുന്ന ആൾക്കാരാണ്. അല്ലെങ്കിൽ ആ ഒരു വിവിധ തരത്തിലുള്ള സൊസൈറ്റി ഉന്നതിയിൽ നിൽക്കുന്ന ആൾക്കാർ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ആൾക്കാരൊക്കെ അവരവരുടെ ഈഗോ ഹേർട്ട് ആവുകയും അതുപോലെ തന്നെ വാർഡ് മെമ്പർ അവരുടെ ഈഗോ ഹേർട്ട് ആവുക, അങ്ങനെ പല പല അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അടി, തമാശകൾ, ഇതൊക്കെയാണ് സിനിമയുടെ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു പരിപാടി എന്ന് പറയുന്നത്. എന്തുകൊണ്ടും ഒരു വട്ടം അല്ലെങ്കിൽ 2 വട്ടം തിയേറ്ററിൽ കണ്ട് ചിരിക്കാൻ പറ്റുന്ന ഒരു വളരെ ചെറിയ ഒരു സിനിമയാണ്. നമ്മുടെ ഒരു വേറൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ഒരു കൊച്ചു സിനിമയാണ്. ഒരു ഭയങ്കര അടിപൊളി സിനിമ എന്ന് പറയുമ്പോൾ തമാശകളും കുഴപ്പമില്ലാത്ത രസമുള്ള പാട്ടുകളും ഒക്കെ തന്നെയുള്ള ഒരു സിനിമ തന്നെയാണ് നമ്മുടെ ഈ പറയുന്ന പരിപാടി.